പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയുടെ അടിത്തറ വിശ്വാസമാണ്. പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നാം തെറ്റുകൾ വീഴാതിരിക്കുന്നതും വിശുദ്ധിയിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം സാധിച്ചു തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യേശുവിൽ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. വിശ്വാസത്തോടെയുള്ള നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേഗത്തിൽ ഉത്തരമരുളും. സങ്കീർത്തനം 138:3 ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 145:18 സങ്കീർത്തനകൻ പറയുന്നുണ്ട്: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പം നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതുപോലെയുള്ളൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവാൻ എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയ വിശുദ്ധിയോടെ വേണം പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പുലർത്തിക്കൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയില്ല. യേശയ്യാ 1:15 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്: നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ മുഖം മറയ്ക്കും എന്ന്. എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് അത് സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ അനീതിയും അശുദ്ധിയും കാപട്യവുമാണ് നിറഞ്ഞിരിക്കുന്നത്. നാം പാപികളാണെന്നുള്ളൊരു ബോധ്യവും അനുതാപവും എളിമയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ആ എളിമയോടെ നാം പ്രാർത്ഥിക്കുമ്പോഴാണ്, ഹൃദയവിശുദ്ധിയോടെ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ വെറുപ്പും വൈരാഗ്യവും എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുമ്പോഴാണ്, വചനപ്രകാരമുള്ളൊരു ജീവിതം നാം നയിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നത്. നമ്മെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കുകയാണ് വേണ്ടത്, ശപിക്കുകയല്ല വേണ്ടത്. യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. നാം ദൈവത്തെ വേദനിപ്പിച്ചിട്ടും യേശുവിനെ ക്രൂശിച്ചിട്ടും നമ്മുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ചുകൊണ്ട് പിതാവിനോട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയായികയാൽ നമ്മളോട് ക്ഷമിക്കാൻ എന്നാണ് പിതാവിനോട് യേശുനാഥൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ നാം എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് ദൈവം സാധിച്ചു കിട്ടും. ഇതാണ് കർത്താവ് പറയുന്നത്: കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. നാം ഹൃദയ ശുദ്ധിയോടെ ദൈവവചനപ്രകാരം ജീവിക്കുമ്പോഴാണ് നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.